ഹായ്, നല്ല സ്ഥലം. ഇവിടുത്തെ ബോട്ട് സവാരി സൂപ്പറാണെന്ന് കേട്ടിട്ടുണ്ട്. ഹും, എന്നിട്ടാണോ ഇവിടെ കഥയും പറഞ്ഞിരിക്കുന്നത്? വാ, അങ്ങോട്ട് പോകാം. അങ്ങനെ ഇവിടെ എന്തു പറ്റി? ആരോടെങ്കിലും ചോദിക്കാം. ഹലോ, ഇപ്പോൾ ബോട്ട് സവാരിയില്ലേ? ബോട്ട് സവാരിയോ? അത് നിന്നിട്ട് 3 വർഷമായി. ആ മുതല കാരണമാ. മുതലയോ? ശരി, ശാന്തി, വാ പോകാം. ഒരു മിനിറ്റ്, നല്ല പരിചയം. എന്നെയോ? ശിക്കാരി ശംഭു. എൻ്റെ അനിയൻ്റെ മുറിയിൽ ശംഭുവിൻ്റെ ഫോട്ടോയുണ്ട്. ശംഭു അവനെ പണ്ടൊരു കരടിയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടത്രേ. ആണോ? സാർ, ഞങ്ങളെ സഹായിക്കണം. സവാരി നിന്നതോടെ ഞങ്ങളുടെ കച്ചവടം മുടങ്ങി. പ്ലീസ് സാർ, പ്ലീസ്. പക്ഷേ മുതല. ശംഭു സഹായിക്കും. ശംഭു ശംഭു ശംഭു. പെട്ടു ഗൈസ്. പിറ്റേന്ന് രാവിലെ ഡും ഡും. സാർ, മുതലയെ പറപ്പിക്കാൻ സമയമായി. പറപ്പിക്കാനോ? വേഗം പോ ശംഭു, എനിക്ക് ഉറങ്ങണം. അങ്ങനെ തടാകത്തിലേക്ക് ഇതിലേ പോകാം. സാർ, തെന്നി വീഴല്ലേ. മുതല തിന്നുന്നതിലും ഭേദം തെന്നി വീഴുന്നതാ. ഇവർ കാണാതെ മുങ്ങാം. ഈ മരത്തടിക്കു പിന്നിൽ ഒളിക്കാം. പെട്ടെന്ന് ഹമ്മേ, പാമ്പ്. ഹുഷ്. ആ ഭാഗ്യം, സ്റ്റോപ്പായി. സാർ, ഓക്കെ ആണോ? അതെ. പക്ഷേ എൻ്റെ വയറ്റിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. വയറ്റീന്നല്ല സാർ, പുറകോട്ട് നോക്ക്. എന്താ? ശിക്കാരി ശംഭു മുതലയെ പിടിച്ചേ. അതെ. മുതലയെ അടിച്ച് ശരിയാക്കണം. നിർത്ത്. ഇതെന്താ? ഓ, ഇതാരോ നിയന്ത്രിക്കുന്ന മുതലയാ. ഈ കോളർ കണ്ടാൽ അറിയാം. ആരായിരിക്കും അത്? ഇനി ഡോക്ടർ ക്രോക്കു ആണോ? അതാരാ? ശാസ്ത്രജ്ഞനാ? നീ പോയി മുതലയെ കെട്ടിയിടാൻ ആളെ കൂട്ടിവാ. ഞാൻ ഡോക്ടറെ വിളിക്കാം. അങ്ങനെ മീന, പപ്പ വന്നു, പേടിക്കേണ്ട. പപ്പയോ? അതെ, കുഞ്ഞായിരുന്നപ്പോൾ മുതൽ എൻ്റെ കൂടെയാ. മീന ഇപ്പോൾ എന്നെ സഹായിക്കുകയാ. എങ്ങനെ? സഞ്ചാരികളെ പേടിപ്പിക്കാൻ ബോട്ടിംഗ് ഇല്ലെങ്കിൽ കുളത്തിലെ സ്പെഷ്യൽ പായലുകളെക്കുറിച്ച് പഠിക്കാൻ സൗകര്യമാ. ഓഹോ, അപ്പോൾ താനാണല്ലേ സഞ്ചാരികളെ ഓടിച്ചത്? ഞങ്ങളുടെ കച്ചവടം താൻ തകർത്തു. പിടിച്ചു കെട്ട് അയാളെ. അയ്യോ, രക്ഷിക്കണേ. ശംഭു സാർ, ഈ ദുഷ്ടനെ ഞങ്ങൾക്ക് വിട്ടുതാ. സോറി. പകരം ഞാനൊരു വഴി പറയാം. എന്തു വഴി? തടാകത്തിൻ്റെ കുറച്ചു ഭാഗത്തെ ആ പായലുകൾ വളരൂ. ബാക്കി ഭാഗം ബോട്ടിങ്ങിനായി എടുത്തോ. അപ്പോൾ മുതലയോ? മീനയെ ഞാൻ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റാം. ഇത് സമ്മതിക്കണോ? ശംഭു സാർ തന്നെ പറ. അങ്ങനെ തന്നെ ചെയ്യാം. എങ്കിൽ ശരി. ശംഭു കാരണം ഞാനും മീനയും രക്ഷപ്പെട്ടു. താങ്ക് യു. എന്തായാലും വീട്ടിലേക്ക് വാ. നല്ല മുതല. എനിക്ക് ഇന്നിനി മുതലയെ കാണാൻ സമയമില്ല. മുതല ബിരിയാണിയാ ശംഭു.